പഠനയാത്രകൾക്ക് മാർഗനിർദ്ദേശവുമായി വിദ്യാഭ്യാസ വകുപ്പ്. യാത്രകൾ വിനോദയാത്രകൾ മാത്രമാകരുത്, പണമില്ലെന്ന കാരണത്താൽ ഒരു കുട്ടിയെയും ഒഴിവാക്കരുത് എന്നുമുള്ള നിർദ്ദേശം. അധ്യാപകരുടെയും PTA അംഗങ്ങളുടെയും ഒക്കെ ചെലവ് സ്വയം വഹിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. പ്രതികരണം ആദ്യം. പഠനയാത്രയ്ക്ക് പണമില്ല എന്ന കാരണത്താൽ സ്കൂളിലെ ഒരു കുട്ടിയെപ്പോലും യാത്രയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പാടുള്ളതല്ല. സ്കൂൾ പഠനയാത്രകൾ വിനോദയാത്രകൾ മാത്രമാക്കി മാറ്റുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, ഇതിന് വൻതോതിലുള്ള തുകയാണ് ചില സ്കൂളുകൾ നിശ്ചയിക്കുന്നത്. ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുവാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. സ്കൂളുകളിലെ പഠനയാത്രയോടൊപ്പം അകമ്പടിയായി പോകുന്ന അധ്യാപകരുടെയും PTA അംഗങ്ങളുടെ യാത്രാ ചെലവ് ബന്ധപ്പെട്ട PTA കമ്മിറ്റികളോ സ്റ്റാഫ് മാനേജ്മെൻറ്റ് കമ്മിറ്റികളോ വഹിക്കേണ്ടതാണ്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സ്റ്റെഫിൻ, ഇന്നലെ അറിഞ്ഞതിൽ ഏറ്റവും മനോഹരമായ വാർത്ത ഇത് തന്നെയായിരുന്നു. നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ടാകും അല്ലേ, നമ്മളോ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാരോ ഒക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ വലിയ വേദന അനുഭവിക്കുന്ന ഒരു കാലം. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുകയാണ്. കുറച്ചുകൂടി വിശാലമായ, കുറച്ചുകൂടി കുഞ്ഞുങ്ങളോടുള്ള കരുതലോടെയുള്ള സമീപനം ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഈ തീരുമാനത്തെ കാണണം. കാരണം പലപ്പോഴും നമ്മൾ കാണുന്നതാണ്, ഈ ഓരോ സ്കൂളിൽ നിന്നും ടൂറ് കൊണ്ടുപോകുമ്പോൾ ഈ 59 പേർക്ക് പോകാവുന്ന ഒരു ബസ്സിൽ ഒരു 10 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ അധ്യാപകർ അല്ലെങ്കിൽ പകുതിയോളം വരുന്ന അധ്യാപകരൊക്കെ ഇങ്ങനെ ടൂറ് പോകുന്നു. അതിൻ്റെ പണം കുട്ടികളിൽ നിന്ന് ഈടാക്കുന്ന പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ അതിന് കൃത്യമായ ഒരു മാനദണ്ഡം ഇതുവരെ ഇല്ലായിരുന്നു. ആ ഒരു കൃത്യമായൊരു പരാതിയൊക്കെ തന്നെ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കൃത്യമായൊരു മാനദണ്ഡം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. പണമില്ല എന്നതിൻ്റെ പേരിൽ കുട്ടികളെ ഒന്നും തന്നെ മാറ്റി നിർത്താൻ പാടില്ല. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അധ്യാപകരോ അല്ലെങ്കിൽ മറ്റ് PTA പ്രതിനിധികളോ ഒക്കെ ടൂറിന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ പണം കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നതിന് വേണ്ടി പാടില്ല എന്നൊരു കൃത്യമായൊരു നിർദ്ദേശം വയ്ക്കുന്നു. ഇനി എത്രത്തോളം ഇതെല്ലാം തന്നെ പാലിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പിറന്നാൾ ആഘോഷമൊക്കെയായി ബന്ധപ്പെട്ട് പല സർക്കാർ സ്കൂളുകളിലടക്കം കുട്ടികൾക്ക് നിർബന്ധിതമായി ഇങ്ങനെ സമ്മാനങ്ങൾ മുട്ടായി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഒപ്പം ഇങ്ങനെ നൽകാത്ത കുട്ടികളെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള പരാതികളൊക്കെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ വിനോദയാത്രയും അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള സമീപനങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു മാർഗനിർദ്ദേശം പുറത്തിറക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായത്. ഇതെല്ലാം ഇനി ഏത് രീതിയിൽ ഇതിന് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറെ നമ്മൾ വിനോദയാത്ര മാത്രമാകരുത് അല്ലേ. അങ്ങനെ എനിക്ക് തോന്നുന്നു പല സ്കൂളുകളും ഒരാഴ്ചയും ഒക്കെ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു കുട്ടിക്ക് തന്നെ ഒരു 10,000, 20,000, 25,000 രൂപയൊക്കെ ചെലവ് വരുന്ന രീതിയിൽ ടൂർ പോകുന്ന സ്ഥലങ്ങളും ഉണ്ട്. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും പരമാവധി ആളുകളെ ഒരു നല്ല സ്ഥലത്ത് പോയി തിരിച്ചു വരിക എന്ന നിലയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനൊരു കൃത്യമായൊരു മാനദണ്ഡം എന്തെങ്കിലും ക്രമീകരിക്കും, അതിൻ്റെ ദിവസങ്ങൾ, പണച്ചെലവ് കണക്ക് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ. ദിവിഷ്, ഏതായാലും അത് സംബന്ധിച്ചുള്ള കൃത്യമായൊരു മാർഗനിർദ്ദേശം ഇപ്പോൾ ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് എത്ര രൂപയ്ക്ക് പോകാം, എത്ര ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഏതെല്ലാം രീതിയിൽ അവരുടെ യാത്രയിൽ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തണമെന്നടക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ നമ്മൾ കണ്ടുവരുന്നത് പോലെ വിനോദയാത്ര മാത്രമായി ഈ ഒരു സ്കൂളിൽ നിന്ന് പോകുന്ന യാത്രകൾ മാറരുത് എന്നൊരു കൃത്യമായ മാർഗനിർദ്ദേശമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.